അത്ഭുതകരമായൊരു സമയമാണ് പാല് കൊടുക്കുന്ന സമയം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബുദ്ധിശക്തിയുടെ ഇൽമിൻ്റെ സവിശേഷത അവർ തന്നെ സൂചിപ്പിക്കുന്നു. എൻ്റെ ഉമ്മ എനിക്ക് വൃത്തിയിലാണ് പാല് തന്നത്, ശുദ്ധിയിലാണ് പാല് തന്നത്. പാല് കൊടുക്കുന്ന സമയത്ത് ഉമ്മാൻ്റെ മനോഭാവം പ്രധാനമാണ്. ചില ഉമ്മമാർ പാല് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കും, പഠിച്ചോനെ ഇവർക്ക് എന്തെങ്കിലും നോക്കണം, കഴിഞ്ഞ പോലെ ഒന്നിന് കൊടുത്തിട്ട് വിട്ടതേ ഉള്ളൂ, ഇപ്പോൾ ആദ്യം ഒന്ന് നെഗറ്റീവ് എനർജി കിട്ടും, അൺവാണ്ടഡ് ചൈൽഡ് എന്നാണ് പറയാം. ആ കുട്ടികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് തിരിച്ചറിയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ പാല് കൊടുക്കുന്ന സമയം വളരെ നിർണായകമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം, ആ സമയത്ത് പോലും നിങ്ങൾ ഈ മൊബൈലിൽ ഇങ്ങനെ കളിച്ചിട്ട് ഒരു ചടങ്ങ് പോലെ പാല് കൊടുക്കുന്നതിന് പകരം ഒരു ഇബാദത്ത് പോലെ പാല് കൊടുക്കുന്നിടത്ത് നമ്മൾ വിജയിക്കണം. അപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ നല്ല വളർച്ചയുടെ തുടക്കമാണ്. ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. വീട്ടിൻ്റെ അകത്ത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് വർത്തമാനം പറയുന്ന ഒരു നല്ല സദസ്സ്. ഇമോഷനെ മാറ്റിവെക്കണം. ഇമോഷൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം, സങ്കടം, ബേജാറ്, വെപ്രാളം, അങ്ങനെ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ മാറ്റിവെക്കണം. എന്നിട്ടങ്ങ് വർത്താനം പറയുക. എന്താ പറയേണ്ടത്? ഒന്നും പറയാനില്ലേ, വെറുതെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുക, നല്ല രസമല്ലേ? പക്ഷെ അജണ്ട വെച്ച് വർത്താനം പറയരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ആശയവിനിമയമാണ്. നല്ലോണം വർത്താനം പറയാം, പക്ഷെ ഒരിക്കലും നിങ്ങൾ അജണ്ട വെച്ച് വർത്താനം പറയരുത്. അജണ്ട വെച്ച് വർത്താനം പറയാന്ന് നിങ്ങൾ ഇന്നിപ്പം കുറേ സ്ത്രീകളപ്പുറം ഉണ്ടല്ലോ, നിങ്ങളെ ഭാര്യമാരും. അപ്പം അവർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇന്ന് ഇൻഷാ അല്ലാ ഈ സാറ് പറഞ്ഞുകൊണ്ട് ഇന്ന് മിക്കവാറും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ വിടാൻ പാടില്ല. പൊളിഞ്ഞ വാഷിംഗ് മെഷീൻ്റെ കാര്യവും പറയണം, പിന്നെ എൻ്റെ വളയൊന്ന് നന്നാക്കി കിട്ടാൻ കുറേ ദിവസമായി ചിന്തിക്കുന്നു. ഇന്ന് എന്തായാലും നിങ്ങൾ അങ്ങനെ അജണ്ട വെച്ചിരുന്ന് അത് പൊട്ടും, ഉറപ്പാണ്, അത് പൊട്ടും. കാരണം എന്താ? നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് വർത്താനം പറയും. അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ, നിങ്ങളെ പങ്ങന്മാർ പറഞ്ഞാലൊന്നും പ്രശ്നമില്ലല്ലോ. കണ്ടോ? പിന്നെ നിനക്ക് പറയാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അടുത്ത ചോദ്യം വെച്ച് വർത്താനം പറഞ്ഞോ, ഹൃദയത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ട്, അത് പാലം പൊളിയും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കൊന്നും വേണ്ട. എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം, ഇരിക്കാം, കാണാം, നോക്കാം. ഒന്നുമില്ലെങ്കിൽ കണ്ണിലേക്ക് വെറുതെ നോക്കിയിരിക്കാം. കണ്ണൊരു വല്ലാത്തൊരു സ്ഥലമാണ്, വെറുതെ നോക്കിയിരിക്കാം, മുഖത്തേക്ക് വെറുതെ നോക്കിയിരിക്കാം. നിങ്ങൾ ഇന്നങ്ങനെ ചെയ്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങളെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷവും ഉത്സാഹവും ഒക്കെ കിട്ടും. ഞാൻ ചില ഭാര്യ ഭർത്താക്കന്മാരെ കൗൺസിലിങ്ങിന് വന്നാൽ ആദ്യം ചെയ്യുന്ന ടെക്നിക്ക് എന്താന്ന് പറഞ്ഞാൽ, അവരെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇരുത്താൻ നോക്കും. ഒന്ന് മുഖത്തോട് മുഖം നോക്കി ഇരിക്കടോ, ഇരിക്കൂല. എന്താ പ്രശ്നം? അതിന് മാത്രം അവരുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ഭാരമുണ്ട്. സോ മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോൾ ഇതെല്ലാം ഐസ് പൊളിഞ്ഞും പോകും. അതിന് നിങ്ങൾ അവസരം ഉണ്ടാക്കണം. വെറുതെ ചെയ്തു നോക്ക്. മര്യാദക്കൊരു നിങ്ങൾ മുഖം കണ്ടിട്ടുണ്ടോ നിങ്ങളെ പാർട്ട്ണറുടെ? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാട്ടെ. ഞാൻ ഒരു സൂത്രം പറഞ്ഞുതരാം. സൂത്രം എന്താന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീകൾ സ്കാർഫ് ധരിക്കുന്ന കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ, വളുവിൻ്റെ മുഖത്തിൻ്റെ അതിർത്തി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നെറ്റിയിൽ മുടി മുളച്ചത് മുതൽ താടിയലിൻ്റെ അടിവരെ നീളത്തിലും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റ്, അങ്ങനെയല്ലേ? അതിൻ്റെ ഇടയ്ക്കുള്ള മുഖത്തിൻ്റെ ഭാഗം സൂക്ഷ്മമായി നിങ്ങളുടെ ഭാര്യനെ നോക്കിയേ. ഇവിടെ ഇരിക്കുന്ന ആണുങ്ങൾ, ഭാര്യമാർ ഭർത്താവിനെ ഒന്ന് നോക്കിയാട്ടെ. ഇന്ന് രാത്രി എന്ത് ചെയ്താൽ മതി? കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ കൈൻ്റെ ഇപ്പുറത്തുള്ള സ്ഥലം നിങ്ങൾ കുറച്ച് നേരം, 2 മിനിറ്റ് നേരം സൂക്ഷ്മമായി നോക്കിക്കോ. എന്നിട്ട് എന്നെ വിളിച്ചോ നിങ്ങൾ വേണമെങ്കിൽ. അത്ഭുതകരമായ ഒരു എന്തോ ഒന്ന് ഇതുവരെ കാണാത്ത എന്തെല്ലോ കണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നും. നമ്മളിതുവരെ അങ്ങനെ നോക്കിയിട്ടില്ലേ? ആർക്കാ നോക്കാൻ നേരോ? 100 തിരക്കിൻ്റെ ഇടയിലുള്ള ഓട്ടമല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്ന് വർത്താനം പറയുക, ഒന്ന് നോക്കുക, ഒന്ന് ചിരിക്കാനൊന്നും ആർക്കും പറ്റില്ല. ഭയങ്കര മനസ്സിലൂടെ ഇപ്പോൾ ഈ സാഹസത്തിൽ തന്നെ നിങ്ങളിങ്ങനെ ഭയങ്കര ദേഷ്യത്തിലൊക്കെ ഇരിക്കുന്ന മാതിരിയുണ്ട്. ഒന്ന് ചൂട് കൊണ്ടാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വത്തക്ക വെള്ളമൊക്കെ ഇഷ്ടം പോലെ തന്നിട്ടുണ്ടല്ലോ. പിന്നെ കുപ്പി വെള്ളവും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ സംഘാടകരെ കൊണ്ട് ഈ ചൂട് കുറച്ച്, ഞാൻ അതിനേക്കാളും മേലെയല്ലേ. ഈ ഷീറ്റിൽ നിങ്ങളെക്കാളും ഞാൻ 2 മീറ്റർ ഹൈറ്റിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളത് ആസ്വദിക്കണം. സഹിക്കരുത്. സഹിക്കുമ്പം പ്രശ്നമാണ്. സഹിക്കുമ്പോൾ നമുക്കത് മടുക്കും. ആസ്വദിക്കണം. ഈ ചൂട്ടിനെയും നമ്മൾ ആസ്വദിക്കുക. അത് ഭാര്യനെ ആസ്വദിക്കണം. ചില ആൾക്കാർ, ഒരു പെണ്ണൊരിക്കൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് മൂക്കത്ത് ഭയങ്കര ശുണ്ടിയാണ്, അതുകൊണ്ട് മടുത്ത്. ഞാൻ ചോദിച്ചു, എന്നോട് ഈ മൂക്കത്ത് ശുണ്ടി നീ എന്ത് ചെയ്യും? ഞാൻ സഹിച്ചിട്ടാണ് എനിക്ക് മടുത്തത്. അപ്പം ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ സഹിക്കണ്ട, സഹിക്കുന്നതാ പ്രശ്നം. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? കത്തിയെടുത്ത് കൊത്താൻ പറ്റുമോ? സഹിക്കല്ലാണ്ട് നിങ്ങൾ ആസ്വദിക്കണം. ഭർത്താവിൻ്റെ മൂക്കത്തിൻ്റെ ശുണ്ടി ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു പെണ്ണ് നിങ്ങൾ കണ്ടിട്ടില്ലേ? കാറ്റടിച്ചിട്ട്
വൻമരങ്ങൾ കടപുഴകി വീണു പത്രത്തിൽ വായിച്ചിട്ടില്ലേ? വലിയ മരങ്ങൾ, പ്ലാവ്, മാവ്, ഇതെല്ലാം കാറ്റടിച്ചിട്ട് കടപുഴകി വീണു. എന്താ കാരണം? കാറ്റ് വരുമ്പോൾ അവരിങ്ങനെ മസിൽ പവർ കാണിച്ചിട്ട് പിടിച്ചു നിൽക്കും, അപ്പം കടപുഴകി വീണും. എന്നാൽ നിങ്ങളുടെ നാട്ടിലെവിടെയെങ്കിലും കാറ്റടിച്ചിട്ട് പുല്ല് മറിഞ്ഞ് വീണു നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? എന്താ കാര്യം? കാറ്റടിക്കുമ്പം പുല്ലിനൊരു സ്വഭാവമുണ്ട്. പുല്ല് കാറ്റിങ്ങനെ അടിക്കുമ്പം കാറ്റിനനുസരിച്ചൊന്ന് ചാഞ്ഞ് നിൽക്കും, കാറ്റ് പോയാൽ നേരെ വെക്കും. നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കും. എൻ്റെ ഭർത്താവ് ദേഷ്യം പിടിക്കുന്നു, അപ്പം ഞാനിങ്ങനെ. എന്തൊരു കാര്യത്തിനാണ് കൂട്ടരെ? അതുകൊണ്ട് ഞാൻ ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ദേഷ്യം പിടിക്കുമ്പോൾ, ഭർത്താവിന് ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ അൽഹംദുലില്ലാ എന്ന് പറയണം എന്ന് പറഞ്ഞു. മനസ്സിലെ പുറത്ത് പറഞ്ഞാൽ അയാൾക്ക് തല്ല് കിട്ടും. എന്തിനാ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്? നമ്പർ 1, ഇത് ആസ്വദിക്കാൻ എനിക്ക് അള്ളാഹ് അവസരം തന്നല്ലോ, ഇത് മറ്റ് എവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് 2, പഠിച്ചോനെ ഈ മനുഷ്യൻ ഈ കളി ഉണ്ടല്ലോ, ഈ ദേഷ്യം പിടിക്കുമ്പോൾ കാണിക്കുന്ന കളി, പള്ളി കമ്മിറ്റിയിലോ നാട്ടിലെ കമ്മിറ്റിയിലോ രാഷ്ട്രീയത്തിലോ വേറെ എവിടെയെങ്കിലും നടത്തിയാൽ മൂപ്പർക്ക് തല്ലിട്ടും. ഇവിടെ എൻ്റെ അടുത്ത് നടത്തിയിട്ട് തീരുന്നുണ്ടല്ലോ. 2, 3, ഞാനിതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്നതിൻ്റെ പേരിൽ അള്ളാഹ് എന്തായാലും എനിക്ക് സ്വർഗത്തിലൊരു സ്ഥാനം തരുമല്ലോ എന്ന് വിചാരിച്ച് കൈ കെട്ടി ഒരു 3 പ്രാവശ്യം ശ്വാസം എടുത്ത് വെറുതെ വിട്ട് കഴിഞ്ഞ് മനസ്സിലൊരു അൽഹംദുലില്ലാ എന്നൊക്കെ പറയുന്നൊരു മനസ്സ് നമുക്കുണ്ടാകും. ദേഷ്യത്തെ ദേഷ്യം കൊണ്ട് നേരിടാൻ പാടില്ല. തളിപ്പറമ്പിലുള്ളൊരു പെണ്ണ്, എല്ലാം എൻ്റെ നാട്ടിലെ കഥയാണ് ഞാൻ പറയണത്. തളിപ്പറമ്പിലുള്ള പെണ്ണ് ഒരു ദിവസം വീട്ടിലേക്ക് 5 മണിക്ക് ജോലി ചെയ്ത് തിരിച്ച്, ഈ ആണുങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കാര്യം സഹോദരിമാരെ നിങ്ങൾ വളരെയധികം ആലോചിക്കണം കേട്ടോ. 100 ടെൻഷൻ, പൈസൻ്റെ പ്രശ്നം, ആൾക്കാരുടെ പെരുമാറ്റത്തിൻ്റെ പ്രശ്നം, എന്തെല്ലാം പ്രശ്നമായിട്ട് കയറി വരുമ്പോൾ നിങ്ങൾ റേഷൻ കാർഡിൻ്റെ കാര്യം പറഞ്ഞ് മുമ്പ് കൂടുന്നുണ്ടാവുക, ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാര്യം പറഞ്ഞ് മുമ്പേ കൂടുന്നുണ്ട്. നമ്മൾ കുറച്ചൊന്ന് നിൽക്കും, ഒന്ന് സമാധാനം കാണിക്കും, ഒന്ന് കയറി വന്ന് അദ്ദേഹം ഒന്ന് റിഫ്രഷ് ആവട്ടല്ലേ. ചാടി വീണ് ബുർബുറാ പറയും, മേലെ ഒരു ഡയലോഗും, അല്ലെങ്കിൽ ഞാനെന്തെങ്കിലും പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. എന്തൊരു കഷ്ടമാണ്. അപ്പോൾ ഈ പെണ്ണ് വന്ന ഉടനെ തന്നെ ഭർത്താവ് പറഞ്ഞു ചായയും എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങ് നിങ്ങോട്ടൊരു മിസൈൽ വന്നു, അതിനോട് വിറകുണ്ടായിട്ട് വേണ്ടേ, ഗ്യാസും തീർന്നില്ലേ, ഇവിടുത്തെ കാര്യം ശ്രദ്ധിക്കാൻ ആർക്കെങ്കിലും നേരമുണ്ടോ? എൻ്റെ കൂടെ കിടക്കിട്ടോടോ 4 വർത്താനം. ആണിൻ്റെ മനസ്സ് വെന്തുപോയി. മനഃശാസ്ത്ര പുസ്തകത്തിലൊക്കെ ഉള്ള വൃക്കയുടെ അടുത്തുള്ള അഡ്രീനൽ ഗ്രന്ഥി, അഡ്രീനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ധാരാളമായി ഉൽപ്പാദിപ്പിച്ചു. ദേഷ്യം അത് തലയിൽ പോയിട്ട് തല ഇങ്ങനെ പതച്ചു നിന്നു. അതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നതാ. അങ്ങനെ 10 പ്രാവശ്യം സംഭവിച്ചാൽ മതി നമ്മൾ രോഗികളാകാൻ. അയാൾ എന്ത് ചെയ്തു എന്നറിയോ? അയാൾ അടുക്കള ഭാഗത്ത് പോയിട്ട് വിറകില്ല എന്ന് പറയുന്ന പെണ്ണിനെ നോക്കി അടുക്കള ഭാഗത്ത് പോയിട്ട് മഴുവെടുത്തുകൊണ്ടാകും. മഴുവെടുത്തിട്ട് എന്താ ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ നോഹിച്ച് പറഞ്ഞാട്ടെ, എന്ത് ചെയ്തിട്ടുണ്ടാവും? മഴുവെടുത്തിട്ട് പെണ്ണിനെ കൊത്തുവോ? അല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നേരെ വന്ന് വീട്ടിൻ്റെ മുമ്പിലെ ഫ്രണ്ട് ഡോറ് കൊത്തി കീറി കൊടുത്തു. 1-ാം തരം തേക്കിൽ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ ഡോറ് കൊത്തി കീറി വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, എന്നാ കത്തിക്ക്, നിൻ്റെ കളി തീരട്ടെ എന്നാ. അതോടുകൂടി അയാളെ കലി തീർന്നു. ഇപ്പം 2 പ്രശ്നം ഒന്നായി. വീട്ടിൽ നീ എങ്ങനെ കിടന്നുറങ്ങാം? എന്തോ അപ്പം നമ്മൾ പലപ്പോഴും ദേഷ്യം വരുമ്പോൾ അവനവനോട് പറയണോ, ഞാൻ ഈ ദേഷ്യപ്പെടരുത്. മറ്റയാളെ ദേഷ്യം കാണുമ്പോൾ നമ്മൾ ചാടി പുറപ്പെടരുത്. ഒന്നൊന്ന് ആസ്വദിക്കുന്ന, ഒന്ന് ചിരിക്കുന്ന, ചിരിച്ചു വർത്താനം പറയുന്ന, തമാശ പറയുന്ന വീട്.